വെൽക്കം ടു ആഷാസ് കിച്ചൺ ഡയറീസ്. നിറഞ്ഞ മനസ്സോടെ പാചകം ചെയ്യണം, സ്നേഹത്തോടെ വിളമ്പണം, രുചിയോടെ ഭക്ഷിക്കണം. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് കേട്ടോ. പിന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടും. ഇന്ന് നമുക്ക് റെയിൽവേ ചട്നി ഉണ്ടാക്കാം. തമിഴ്നാട്ടിലെ റെയിൽവേ ക്യാൻറ്റീനിലെല്ലാം ദോശയ്ക്ക് ഇഡ്ലിക്കും ഒപ്പം സെർവ് ചെയ്യുന്ന ഒരു പച്ച കളറുള്ള ഒരു ചട്നി ഉണ്ട്, ഇച്ചിരി വാട്ടറിയൊക്കെ ആയിട്ട്. ഈ ചട്നിയാണ് റെയിൽ ചട്നി അല്ലെങ്കിൽ റെയിൽവേ ചട്നി എന്നൊക്കെ പറയുന്നത്. ഇത് പെട്ടെന്നൊന്നും കേടായി പോകത്തില്ല കേട്ടോ, ഒരു 6-7 മണിക്കൂർ അങ്ങനെ ഇരിക്കും ഈ ചട്നി. പിന്നെ ഇതിനകത്ത് മല്ലിയിലൊക്കെ ചേർത്ത് അരയ്ക്കുന്നുണ്ട്, ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കപ്പ് പൊട്ടുകടല എടുക്കുക. റോസ്റ്റഡ് ബംഗാൾ ഗ്രാമാണ് കേട്ടോ ഇതെടുത്തിരിക്കുന്നത്. തേങ്ങ 2 ടേബിൾ സ്പൂൺ എടുക്കാം. ഒരു വലിയ കൈപ്പിടിയോളം മല്ലിയില അരിഞ്ഞതെടുക്കാം. എരിവിന് ആവശ്യമുള്ള 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 3 അല്ലി വെളുത്തുള്ളി വേണം. 1/2 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞു വയ്ക്കാം. ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൂടി എടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സി ജാറിലിട്ടിട്ട് ഇച്ചിരി വെള്ളവും ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചുകൊണ്ട് വരണം. പൊട്ടുകടലയാണ് കേട്ടോ ഈ ചട്നിയുടെ ഹൈലൈറ്റ്. നമ്മൾ 1/2 കപ്പ് പൊട്ടുകടല എടുക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരണ്ടിയതാണ് എടുത്തിരിക്കുന്നത്. തേങ്ങയുടെ അളവ് കുറയ്ക്കുന്നതിൻ്റെ കാര്യം ഈ ചട്നി കുറേ നേരം കേടാവാതെ ഇരിക്കണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ എരിവും പുളിയൊക്കെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ എരിവിന് 3 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് കുറവായിട്ട് തോന്നുവാണെങ്കിൽ 4-5 പച്ചമുളക് എടുത്തോളൂ. ഇനി കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ അതനുസരിച്ച് കുറച്ചോളൂ കേട്ടോ. ഇനി ഇഞ്ചി ഇച്ചിരിയും കൂടി കൂടുതൽ ചേർക്കുവാണെങ്കിൽ ഈ ചട്നിക്ക് ടേസ്റ്റ് കൂടും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചുകൊണ്ട് വരാം. ഇതാ നോക്ക്, ചട്നി അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതാ നോക്ക്, ഭയങ്കര കട്ടിയിലല്ലേ ഇതിരിക്കുന്നത്. ഇതിനി നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം നമ്മുടെ മിക്സി ജാറിലേക്ക് തന്നെ ഒഴിച്ചിട്ട് ആ അരപ്പൊക്കെ കൂടി കഴുകി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഇച്ചിരി കൂടി വെള്ളം ചേർക്കാം കേട്ടോ, ഒരു 1/4 കപ്പും കൂടി എക്സ്ട്രാ ചേർക്കാം. പക്ഷേ നമ്മളിപ്പോൾ 1 കപ്പ് എക്സ്ട്രാ ചേർത്തിട്ടുള്ളൂ കേട്ടോ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം, എങ്കിൽ മാത്രമേ എരിവും പുളിയൊക്കെ നല്ലപോലെ ഇതിൽ പിടിക്കത്തുള്ളൂ കേട്ടോ. ഉപ്പ് ഇച്ചിരി കുറഞ്ഞു പോയേ, അപ്പോൾ ഇച്ചിരി കൂടി ഉപ്പിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കടുകൊക്കെ വറുത്ത് ഇതിലേക്ക് ചേർക്കണം. അപ്പം ഞാൻ ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും 1/4 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഉണ്ടെങ്കിൽ ചേർക്കുക കേട്ടോ, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ. പിന്നെ ഇതിനകത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില മൂപ്പിച്ചിടാം, വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളക് മൂപ്പിച്ചിടാം. ഇച്ചിരി കായം, ഒരു നുള്ളു കായം കൂടി ഇതിനകത്തിട്ട് മൂപ്പിച്ച് ചേർക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. അപ്പം ഞാനതൊന്നും ചേർക്കുന്നില്ല, വളരെ സിമ്പിൾ രീതിയിൽ അങ്ങ് പോവുകയാണ്. അപ്പോൾ നമ്മൾ കടുക് വറുത്തതെല്ലാം കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതാ നോക്ക്, നമ്മുടെ അടിപൊളി റെയിൽ ചട്നി അല്ലെങ്കിൽ റെയിൽവേ ചട്നി റെഡി. ദോശയുടെ ഇഡ്ലിയുടെയും കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അത് ഒരു കയ്യിൽ ഈ ചട്നി ഉണ്ടല്ലോ ദോശയുടെ ഇഡ്ലിയുടെയൊക്കെ മേലെ അങ്ങോട്ട് ഒഴിച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കിക്കുക, എന്താ ടേസ്റ്റ്. ഇത് പെട്ടെന്നൊന്നും കേടായും പോവില്ല, കാരണം നമ്മളിതിൽ പുളി ചേർത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഒന്ന് ഇച്ചിരി കേടായാൽ പോലും പെട്ടെന്നൊന്നും അറിയത്തുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അതും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ വേറൊരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം.